എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഗുരുപരമ്പരയെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. വാസ്തുശാസ്ത്രത്തിൽ എൻ്റെ പ്രധാന ഗുരുവായിട്ട് ആദ്യം ഉണ്ടായിരുന്നത് വൈക്കത്തശ്ശേരി ശ്രീ രാഘവനാചാര്യകളാണ്. അതിനുശേഷം തലയോലപ്പറമ്പ് പുരുഷോത്തമ സാറ്, തലയോലപ്പറമ്പ് ബാബു സാറ്, അതിനുശേഷം ക്ഷേത്ര നിർമ്മാണ കല പാഴൂർ വാസുദേവൻ സാറിൽ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാം ഭഗവാന്റെ കൃപ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം. അതുപോലെ തന്നെ പൂജാ മന്ത്രവിധികളിൽ പുതുമന മഹേശ്വരൻ നമ്പൂതിരിയാണ് നമ്മുടെ ഗുരുനാഥൻ. അപ്പോൾ ഈ മേഖലകളിൽ കൂടി സഞ്ചരിക്കാൻ ഈ ജന്മത്തിൽ സാധ്യമായതൊരു പുണ്യമായി കരുതിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ശുദ്ധിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ കിഴക്കും വടക്കും മൂല ശുദ്ധമായി എന്നതുകൊണ്ട് ശുദ്ധമാകുമോ വീടെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടില്ല. വീട്ടിൽ വളരേണ്ട മൃഗങ്ങളെ അല്ലെങ്കിൽ ജന്തുക്കളെ മാത്രം വീട്ടിൽ അകത്താകാം. വീട്ടിനകത്ത് വളരേണ്ടത് ഏത് ജന്തുക്കളാണ് ശരിക്കും പറഞ്ഞാൽ? മനുഷ്യാലയത്തിനുള്ളിൽ വസിക്കേണ്ടത് മനുഷ്യനും. ഇനിയും നമ്മുടെ ഈ പൂച്ച വലിയ കുഴപ്പമില്ല. പൂച്ച പോലുള്ള ജന്തുക്കളൊക്കെ അകത്ത് വസിക്കുന്നതുകൊണ്ട് ദോഷമില്ല. ദോഷമുള്ള പൂച്ചയാണെങ്കിൽ അതിനെ പുറത്താക്കിയേക്കുക, അത്ര തന്നെ. ആ ദോഷം എന്താണെന്നുള്ളത് അറിയാമല്ലോ. അല്ലാതെ ഈ പ്രത്യേകിച്ച് നായയെ ഒരു കാരണവശാലും മുറിക്ക് വീടിനുള്ളിൽ വളർത്താൻ പാടില്ല, നിഷിദ്ധമാണ്. പൂച്ചയാണെങ്കിലും ഫുൾ ടൈം വീടിനുള്ളിൽ വളരാൻ പാടില്ല. കുറച്ച് സമയമൊക്കെ ആകാം, കുറച്ച് സമയമൊക്കെ പൂച്ച വീടിനുള്ളിൽ വളരാം. ബാക്കിയുള്ള സമയത്ത്, സന്ധ്യാസമയത്തൊക്കെ പൂർണ്ണമായും പുറത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ രോമങ്ങളൊക്കെ ഭക്ഷണത്തിലും മറ്റ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകാം. അതൊക്കെ ദോഷം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, പഴയ ആയുർവേദ ഡോക്ടർമാർ അല്ലെങ്കിൽ ആയുർവേദ ആചാര്യന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ത്രീകൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ പൂച്ചയെടുത്ത് മടിയിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് അവർ അതിനെക്കുറിച്ച് തെളിവ് സഹിതം പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യുന്നില്ല ഇപ്പം, എങ്കിലും പറയാം. അവർക്ക് കുട്ടികളുണ്ടാകാൻ പ്രയാസമായിരിക്കും. പുരുഷ ബീജത്തെ അത് നശിപ്പിക്കും. ഈ പൂച്ചയിൽ നിന്നുണ്ടാകുന്ന ചില പ്രഭാവങ്ങൾ ഇത് ഉള്ളിലേക്ക്, ആന്തരികമായ സ്ത്രീയുടെ ഉള്ളിലേക്ക് അത് പോകുമ്പോൾ പുരുഷ ബീജത്തെ അതിൻ്റെ സൃഷ്ടിക്ക് പുത്രനുണ്ടാകാതെ പുത്രി എന്ന് പറയുമ്പോൾ ആൺകൾ മാത്രമല്ല പെൺകുട്ടികളും ആവാം. പുത്രൻ ഓർ പുത്രി, പുത്രലാഭത്തിനുള്ള തടസ്സം ഉണ്ടാകും. അതുകൊണ്ട് കഴിവതും മുറിക്കുള്ളിൽ നിന്ന്, നമ്മൾ കിടപ്പ് മുറിക്കുള്ളിൽ നിന്ന് ഈ പൂച്ചയെ പുറത്താക്കുന്നത്, പൂച്ച പോലുള്ള ജന്തുക്കളെ പുറത്താക്കുന്നത് അത്യന്തം ശ്രേഷ്ഠമായിരിക്കും. ഒരു കാരണവശാലും പൂച്ചയെ കിടപ്പ് മുറിയിൽ കിടത്തുവോ അതിനോടൊപ്പം സഹവസിക്കുകയോ പ്രത്യേകിച്ചും പെൺകുട്ടികൾ ചെയ്യാതിരിക്കുന്നത് അത്യന്തം ഉത്തമമാണ്. പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത്, നമ്മൾ നായയെ വളർത്തുമ്പോൾ അവർക്കൊരു കൂടുണ്ടാക്കി ഉത്തമമായ സ്ഥാനത്ത്, നായയുടെ കൂടിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം വീടിനുള്ളിൽ വളർന്നാൽ കിഴക്ക് വടക്കേ മൂലയ്ക്കുള്ള മുറിയിൽ അത് വസിക്കുക. അത് മിക്കവാറും വീടുകളിൽ ഞാൻ പറഞ്ഞല്ലോ, കിച്ചണായിരിക്കും ആ സ്ഥാനത്ത് വരിക. പിന്നെ തെക്ക് പടിഞ്ഞാറേ മൂല, അത് കന്നിമൂല എന്ന് പറയും. ഈ കന്നിമൂലയ്ക്കുള്ള മുറിയായിരിക്കണം ഗൃഹസ്ഥൻ്റെ ബെഡ്റൂമായിട്ട് വരേണ്ടത്. അപ്പോൾ ആ മുറിക്കകത്ത് പട്ടി കിടന്നുറങ്ങുക. കിഴക്ക് വടക്കേ മൂലയ്ക്കുള്ളിടത്ത് ടോട്ടലി ആ വീടിനുള്ളിൽ പട്ടി വളർന്നാൽ അവിടെ മഹാരോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. ചെറിയ രോഗങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. പനി വരിക, തലവേദന വരിക, ഇതൊന്നുമല്ല നമ്മൾ പറയണം. മഹാരോഗങ്ങൾ, ക്യാൻസർ പോലുള്ള മഹാരോഗം, സ്ട്രോക്ക്, ഇതുപോലൊക്കെ ഉള്ള മഹാരോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും ജന്തുജാലങ്ങളെ വീടിന് പുറത്ത് വസിക്കാൻ ഉള്ള ഇടം കൊടുത്ത് അതിനുള്ള അനുവാദം കൊടുക്കുക. ഒരു കാരണവശാലും വീടിനുള്ളിൽ വളർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് ഏത് വീട്ടിൽ പോയാലും, എന്ന് വെച്ചാൽ ഞാൻ ഏതെന്ന് ടോട്ടലി അങ്ങ് അടച്ച് പറയുകയല്ല, ഒരു മിക്കവാറും ഒട്ടുമുക്കാൽ ഇന്നത്തെ യൂത്തിൻ്റെ വീടുകളിൽ പോയാൽ ഒന്നുകിൽ ബെഡ്റൂമിനുള്ളിലാണ് പട്ടി വളരുന്നത്, അല്ലെ പൂച്ച വളരുന്നത്. മീനാണെങ്കിൽ വളരേണ്ടത് നദിയിലോ മറ്റേ ഉള്ള സ്ഥലം, കുളത്തിലോ ഒക്കെയാണ്. ഇതൊന്നും വീടിനുള്ളിൽ ഉത്തമമല്ല എന്നുള്ളത് നമ്മൾ അറിയണം. നമസ്തേ.